വയനാട് കൽപ്പറ്റ പുത്തൂർ വയലിന് സമീപത്തെ ചെങ്കുറ്റ കോളനിയിൽ ശുദ്ധജലമില്ലാതെ ദുരിതത്തിലായി വനവാസി കുടുംബങ്ങൾ. 6 വർഷത്തിലധികമായി കോളനിയിലെ കിണറ്റിലെ ചെളിവെള്ളമാണ് കുടിക്കുവാനും നിത്യോപയോഗത്തിനുമായി ആദിവാസികൾ ഉപയോഗിക്കുന്നത്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട ജനപ്രതിനിധികളോടും അധികൃതരോടും പരാതി പറഞ്ഞിട്ടും ഫലം ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 6 വർഷത്തിലധികമായി വയനാട്ടിലെ ചെങ്കുറ്റി കോളനിയിലെ വനവാസികൾ കുടിക്കുവാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വെള്ളമാണിത്. ആറ് വർഷം മുൻപാണ് ഇവിടെ 3 കിണറുകൾ നിർമ്മിച്ചത്. തുടക്കം മുതൽ തന്നെ കിണറ്റിലെ വെള്ളം ചെളി നിറഞ്ഞതായിരുന്നു. ശുദ്ധജലം ലഭിക്കുവാൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ വനവാസികൾ തുണി ഉപയോഗിച്ച് അരിച്ചാണ് ഈ വെള്ളം വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടെ വെയിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ തുണി കൂട്ടിയാലും ആ കലക്ക് വെള്ളം തന്നെ ആയിരിക്കും അതിലേക്ക് താഴോട്ട് വീഴുന്നത്. ആ വെള്ളം വേറെ ബക്കറ്റ് വെച്ചിട്ട് വേറൊരു കുഞ്ഞു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞങ്ങൾ ഒഴിക്കുമ്പോൾ അതിൽ നല്ല വെള്ളം കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇളം കലക്ക് വെള്ളത്തിലായിരിക്കും ഞങ്ങൾ ചോറ് വെച്ച് കഴിക്കുന്നത്. ഇതിൻ്റെ ഈ വെള്ളമാണ് കുടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പല സാറുമാരെടുത്ത് ഞങ്ങൾ പറഞ്ഞതാണ്, ഈ കലക്ക് വെള്ളം കുടിച്ചിട്ട് മക്കൾക്കൊക്കെ എന്തെങ്കിലും വന്നു പോയാൽ സാറുമാർ വന്നതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? വീടുകളിൽ ശുദ്ധജലം എത്തിക്കുന്ന കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും അധികൃതർ വനവാസികളോട് വിവേചനം കാണിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഏകദേശം ഒരു 12ഓളം ആദിവാസി കുടുംബങ്ങളുണ്ട്. ഇവർക്ക് ഇന്നും ഒരു നല്ല രീതിയിൽ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഇവിടുത്തെ ഈ കിണറൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഇവിടുത്തെ ഭരണകർത്താക്കളുടെ വീഴ്ച തന്നെയാണ്. കാരണം ഇവർ ഒരുപാട് പരാതികൾ കൊടുത്തിട്ടും ഈ പാവപ്പെട്ടവർക്ക് ഈ 2 കിണറുകൾ ഉണ്ടായിട്ട് പോലും ഈ കിണർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ്റോ ഭരണാധികാരികളോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ശക്തമായ ഒരു സമരപരിപാടികൾക്ക് തന്നെ തുടക്കം കുറിക്കുമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ചെളി നിറഞ്ഞ ജലം കുട്ടികൾ ഉൾപ്പെടെ കുടിക്കുന്നതിൽ ആശങ്കയിലാണ് രക്ഷിതാക്കൾ. അധികൃതരോട് വർഷങ്ങളായി തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന ആശങ്കയിലാണ് വനവാസികൾ. ജനം, വയനാട്.